എങ്കിലും, എന്നാലും. ഇംഗ്ലീഷ് ബൈബിളിൽ പല സ്ഥലങ്ങളിൽ ബട്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു വാക്ക് ദൈവമക്കളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. ഇതിന് ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. അത് എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. ഇത് പറയാനുള്ള ഒരു കാരണമുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് ദൈവവേല ചെയ്തു വരുന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ജോലിയൊക്കെ ഉപേക്ഷിച്ച് ദൈവവേല ചെയ്തു വരുന്നു. പലപ്പോഴും പലരിടത്തും ഈ ഒരു സാഹചര്യം ദൈവം പറയാൻ അനുവദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അപ്പോഴൊക്കെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. രണ്ടുപേരും ജോലി ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ വേലയ്ക്ക് വേണ്ടി വന്നല്ലോ, നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? ഞങ്ങൾ പറയും ദൈവം നടത്തുന്നുണ്ട്. അവർ നമ്മളോട് എടുത്തു ചോദിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം നടത്തും, എന്നാലും. ഈ ഒരു എന്നാലും അല്ലെങ്കിൽ എങ്കിലും എന്നുള്ള വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. അതിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് എനിക്കതിന് ഒരു പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ഇത് നമുക്ക് നെഗറ്റീവായിട്ട് മാറിത്തീരും. ഇതെങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ട് എടുക്കുന്നു വെച്ചാൽ നമ്മുടെ വിശ്വാസത്തിനോട് അടിസ്ഥാനപ്പെട്ടാണ്. നാം ദൈവത്തിനോട് എത്രമാത്രം വിശ്വാസം വയ്ക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഈ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഈ വാക്ക് പ്രവർത്തിക്കാറുണ്ട്. നമുക്ക് വലിയ കഷ്ടം വരുമ്പോൾ, സാമ്പത്തിക ആവശ്യങ്ങൾ അനവധിയായിരിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസപ്രകാരം ദൈവം അത് നടത്തുമെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുമ്പോഴും പലരും ഒന്ന് ചോദിക്കും, ഒക്കെ ശരിയാണ്, എന്നാൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ മാറും, അല്ലെങ്കിൽ ഈ രോഗം എങ്ങനെ മാറും എന്ന് പലരും ഈ ഒരു എന്നാലും എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഡൗണായിപ്പോയി ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്ന ഒരു ജീവിതം നമ്മളിലെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ കർത്താവിൽ ഉറച്ച് വിശ്വസിക്കുമ്പോൾ ഈ ഒരു ചോദ്യത്തെ, അല്ലെ എന്നാലും എന്ന് അവർ ചോദിക്കുന്ന ഈ ചോദ്യത്തെ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാൻ പറ്റും. 94 സങ്കീർത്തനം ഇതിൻ്റെ 21, 22 വാക്യം, നീതിമാൻ്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു, കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു, എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എൻ്റെ ശരണശൈല്യമായ എൻ്റെ ദൈവവുമാകുന്നു. അപ്പം അവർ ശത്രു അവരെ കുറ്റം വിധിക്കാനായിട്ട് റെഡിയായിട്ടിരിക്കുക. വളരെ പ്രശ്നങ്ങളുണ്ട്, എന്നാലും സങ്കീർത്തനക്കാരൻ പറയുന്നു, എങ്കിലും യഹോവ എനിക്ക് ഗോപുരം. ഈ ഒരു എങ്കിലും ഇത് നമുക്ക് എനർജി നൽകി തരുന്ന, പോസിറ്റീവ് എനർജി നൽകി തരുന്ന, എത്ര വലിയ പ്രശ്നം വന്നാലും എങ്കിലും എന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു വിശ്വാസം, നമ്മുടെ വിശ്വാസം അത് സ്ട്രോങ് ആയാൽ മാത്രമേ ഈ ഒരു പോസിറ്റീവ് ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പലപ്പോഴും ഈ വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഡിസ്കറേജ് ആയി. ഇവിടെ മാത്രമല്ല, ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ഇസഹാക്കിനെ ദൈവം വിളിച്ചു, യാക്കോബിനെ ദൈവം വിളിച്ചു. ഇസഹാക്കിനെയും യാക്കോബിനെ നോക്കുമ്പോൾ അബ്രഹാമിൻ്റെ ദൈവം എന്ന് പറയാനായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ എന്ത് ഇൻട്രൊഡക്ഷനോടെയാണ് ദൈവം വിളിച്ചത്? ദൈവം ആരാന്ന് പോലും അബ്രഹാമിന് അറിയത്തില്ല. അപ്പോഴാണ് പറയുന്നത്, ഞാൻ നിന്നെ ജാതികളുടെ പിതാവാക്കി മാറ്റും എന്നൊക്കെ പറയുമ്പോൾ കണ്ണടച്ച് അബ്രഹാം വിശ്വസിക്കുക. അവിടെ ഒരു എന്നാലും എന്നുള്ള ഡൗട്ട് വന്നിരുന്നെങ്കിൽ ഇന്ന് അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവെന്ന് പറയാൻ പറ്റത്തില്ല. അബ്രഹാം മാത്രമല്ല, ഓരോ വിശ്വാസികളുടെ ജീവിതത്തിലും, അല്ലെങ്കിൽ ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും നമുക്കത് കാണാൻ പറ്റും. ദാവീദിൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിലും ഈ ഒരു വാക്ക് ദാവീദ് ഉപയോഗിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവൻ ചെറുപ്രായത്തിൽ തന്നെ ഗോലിയാത്തിനെ കൊല്ലുവാനായിട്ട് റെഡിയായപ്പോൾ എല്ലാവരും അവന് ഒപ്പോസ് ചെയ്തു, വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ദാവീദ് പറഞ്ഞു കാണും, ഇല്ല, എൻ്റെ കൂടെ ദൈവമുണ്ട്. ഒക്കെ ശരിയാണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും എൻ്റെ കൂടെ ദൈവമുണ്ട്. ഈ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇവിടെ ശദ്രക്, മേശക്, അബേദ്നേഗോ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ
നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല. അല്ലെങ്കിലും, അപ്പം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കും. ഈ ഒരു വിശ്വാസം, ദൈവത്തിനോട് ഈ വിശ്വാസം നമ്മൾ കൂടുമ്പോഴാണ് എന്ത് വന്നാലും ശരി എൻ്റെ ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലേക്ക് വരാൻ പറ്റും. ആ വിശ്വാസത്തിലൂടെ നമുക്ക് പറയാൻ പറ്റും, ഇല്ലെങ്കിലും എന്നാലും എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. മനുഷ്യർ മാത്രമല്ല, ശത്രുവും ഈ ഒരു തന്ത്രത്തെ ഉപയോഗിക്കാറുണ്ട്. നീ ഇത്രയും വലിയ തെറ്റ് ചെയ്തു പോയി, ഇനി നീ പ്രാർത്ഥിച്ചാൽ, നീ എത്ര വലിയ ദൈവത്തിൻ്റെ മകനാണെങ്കിലും നീ ഇനി പ്രാർത്ഥിച്ചാൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല, നീ പാപം ചെയ്തു പോയി എന്ന് നമ്മളെ ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ശ്രമിക്കുന്ന ശത്രുവുണ്ട്. അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോഴും നമുക്ക് വചനത്തിൽ നിന്ന് ഈ വാക്കിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജയമെടുക്കാൻ പറ്റും. ഇവിടെ പറയുന്നു, മീഖയുടെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യത്തിൽ, എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. അപ്പോൾ വീണു ഓക്കെ, പക്ഷേ എങ്കിലും ഞാൻ എണീക്കും. കാരണം കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഈ എങ്കിലും ഇല്ല എന്നാലും എന്നുള്ള വാക്ക് നമുക്ക് പോസിറ്റീവ് എനർജി നൽകി തരണം. എപ്പോഴാണ് നൽകി തരുന്നത്? ഞാൻ കർത്താവിൽ ഉറച്ച് വിശ്വസിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. എൻ്റെ വിശ്വാസത്തിൻ്റെ അളവാണ് ഈ വാക്ക് എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുന്നോ നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്നോ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വാക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മളെ ഡിസ്കറേജ് ചെയ്ത് ദൈവത്തിൽ നിന്ന് മാറ്റുകയാണ് നിർത്തുന്നത്, ഇല്ലേ? എത്ര വലിയ പ്രശ്നം വന്നാലും എന്നാലും എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നൽകി തരുന്നത്. അപ്പം എല്ലാ ദൈവമക്കളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്, എത്ര വലിയ പ്രശ്നം വന്നാലും എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ആർക്കാര് എന്തൊക്കെ പറഞ്ഞാലും, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എന്നാലും എന്നെ രക്ഷിച്ച ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു എന്നാലും എന്നുള്ള വാക്കാണ് നമ്മളെ പിടിച്ചു നിർത്തേണ്ടത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. കർത്താവിനെ മുറുകെ പിടിക്കുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ.